ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്താ സ്പെഷ്യൽ എന്നല്ലേ, ഇന്ന് നിഖിലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഒരു മട്ടൻ ബിരിയാണി തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. ബർത്ത്ഡേയുടെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മുടെ മക്കൾക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണിയിലേക്ക് കടന്നു. അപ്പോൾ മട്ടൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 6 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 7 എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാനും കുറച്ച് മസാലയിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി അതിനെ ഒന്ന് അരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പ്രീതിയുടെ ഫുഡ് പ്രോസസ്സർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല കനം കുറഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ചപ്പാത്തിയും പിന്നെ തലേന്ന് വെച്ചിട്ടുള്ള ബീഫും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി ചപ്പാത്തിയും ബീഫുമായിട്ട് കഴിക്കുകയാണ്. അപ്പം നമുക്കെന്നാ ബിരിയാണി വെച്ച് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്കെപ്പോഴും അതാണ് കേട്ടോ. അത് ഞാൻ ആദ്യം ചെയ്ത് വെക്കും. അത് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു എനർജിയാണ്. കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം കിസ്മിസ് ഫ്രൈ ചെയ്തു, അതിനുശേഷം നെയ്യിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണിയൻസ് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ഉണ്ടല്ലോ, അത് മുഴുവൻ എടുക്കണ്ട. അതിൽ ഒരു അര ഭാഗം മാത്രം എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഗീയും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലോണം നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കത് കുറവായത് കാരണം ഞാനിങ്ങനെയാണ് ചെയ്തത്. കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇതിൻ്റെ ഒരു പേസ്റ്റ് നമുക്ക് റെഡിയായിട്ട് എടുക്കാം. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതാണ് ആ ബിരിയാണിക്ക് അതിൻ്റെ ഒരു ബേസ് ഫ്ലേവർ കൊടുക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓണിയൻസ് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ്ചർ റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 15 ചെറുള്ളി, വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അത് മിക്സിയിലടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോയേക്കാൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ മട്ടൺ. അപ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പ് കേർഡ്, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സവോള ഉണ്ടല്ലോ, ഫ്രൈ ചെയ്യാനെടുത്ത് ഒഴിച്ച് ബാക്കിയുള്ള സവോള എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റി, അതൊന്ന് നന്നായി വഴറ്റി വരുമ്പോൾ നമ്മുടെ വീണ്ടും ആ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയുടെ ആ മിക്സ്ചർ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് അത് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണ്ണെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും ചേർക്കണം കേട്ടോ. പുതിനയില ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3 തക്കാളി, കുഞ്ഞ് തക്കാളി ആയിരുന്നു, ഇപ്പോൾ 3 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വെന്ത് വരുന്ന നേരത്ത് ഒരു കുറച്ച് തൈര് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം വെന്ത് നന്നായി എണ്ണ നനഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായി കൂട്ടി യോജിപ്പിക്കുക. മസാലയെല്ലാം അതിലേക്ക് പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ മട്ടൺ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വേവുള്ള മട്ടനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 വിസിൽ വിടേണ്ടി വന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കും നന്നായി വേവുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്നൊരു സലാഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. ഞാൻ നാരങ്ങ പിഴിഞ്ഞത് തീരെ പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ പിഴിഞ്ഞതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മുടെ സാലഡ് റെഡിയായി.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് നമ്മളിനി ദം ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഓൾറെഡി റൈസ് ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 4-4.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്ത് നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, ഹോൾ സ്പൈസസ് ഇട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗീ, ഇതെല്ലാം ചേർത്ത് വേവിച്ച് ഊറ്റി ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്ന റൈസാണ്. ഇനി അത് ലെയറായിട്ട് നമ്മളിടുക. കുറച്ച് റൈസ്, മട്ടൻ, പിന്നെ അതിൻ്റെ മുകളിൽ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ മല്ലിയില, അങ്ങനെ ലെയറായിട്ട് ദം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ദം ചെയ്യാനുള്ളൊരു എളുപ്പപ്പണി കേട്ടോ. അടി കട്ടിയുള്ളൊരു പരന്ന പാത്രം എടുത്തിട്ട് അത് നന്നായി ചൂടാക്കുക. ചൂടായി വരുമ്പോൾ ഇത് സിമ്മിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബിരിയാണി പൊട്ട് എടുത്ത് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം അതിൽ ആവി കയറുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വഴിക്ക് പോവുമല്ലേ, അപ്പോൾ ഒരു 4 മുട്ടയും പുഴുങ്ങി ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.